നമ്മളിപ്പോൾ വന്നേക്കുന്നത് ടയർ മാറാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ വീൽ ബാലൻസിംഗ് എന്ന് പറഞ്ഞ പരിപാടി കൂടെ ചെയ്യണം. ഈ 3 കൊല്ലത്തിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ഈ വണ്ടി ഞാൻ കൊണ്ടുനടക്കുന്നത് ആദ്യമായിട്ടാണ്. അത് നിങ്ങൾക്ക് ഈ ടയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വീൽ ബാലൻസിനെ പറ്റി ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും വെറുതെ ഒന്ന് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാറിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? അതുപോലെ തന്നെ സ്പോക്ക് വീലുള്ള ബൈക്കുകൾക്ക് കോട്ടം പിടിക്കാനൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? സെയിം പരിപാടി തന്നെ അലോയ് വീലുള്ള ബൈക്കുകൾക്ക് ചെയ്യുന്നൊരു കാര്യമാണ് വീൽ ബാലൻസിങ്. ഒരു 5000-6000 രൂപ കൊടുത്ത് ടയറൊക്കെ മേടിച്ചിട്ടതിന് ശേഷം ഇറഗുലറായിട്ട് വെട്ടി തേന്ന് ആലോചിച്ച് നോക്കിക്കേ, നല്ല ശോകം ആവത്തില്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ് വീൽ ബാലൻസിങ്. പുതിയ വീൽ ഇട്ടതിന് ശേഷം ഒരുപാട് കിലോമീറ്റർ ഓടി കഴിയുന്നതിന് മുന്നേ തന്നെ വീൽ ബാലൻസ് ചെയ്യണം, എന്നാലേ അതിന് കാര്യമുള്ളൂ. ഈ ഒരു മെഷീനിലിട്ടാണ് വീൽ ബാലൻസിങ് ചെക്ക് ചെയ്യുന്നത്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ വീലിൻ്റെ വെയിറ്റ് കറക്റ്റായിട്ടാണോ 2 സൈഡിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് മനസ്സിലാവും. അതല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോയ ഭാഗത്ത് ചെറിയ രീതിയിൽ വെയിറ്റ് ആഡ് ചെയ്ത് ഇതിനെ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ റിയൽ വീലിൻ്റെ വീൽ ബാലൻസിങ് കഴിഞ്ഞു. ഇത് ചെയ്തതുകൊണ്ട് തന്നെ വെയിൽ വെട്ടിത്തീയുന്ന ഒരു പരിപാടി മാറി കിട്ടുക മാത്രമല്ല, വണ്ടിക്ക് വോബ്ലിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വീലും കൂടെ വീൽ ബാലൻസിങ് ചെയ്യണം. ഫ്രണ്ട് വീല് പുതിയ വീലാണ്, ജസ്റ്റ് 100 കിലോമീറ്റർ മാത്രമായിട്ടുള്ളൂ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട്. ഒരു വീല് ചെയ്യാൻ വേണ്ടി വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ 300 ആണ്. അപ്പോൾ 2 വീല് ചെയ്യുമ്പോഴത്തേന് ടോട്ടൽ 600 രൂപയാണ് ഒരു ബൈക്കിനാവുന്ന റേറ്റ്. അപ്പോൾ ഷോപ്പിൻ്റെ പേര് ടയർ ഡോക്ടർ എന്നാണ്. ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് കുണ്ടമൺകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ SBI ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ്.